ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. നിങ്ങൾ ഹഡ്സൺ ടൈലറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചൈന ഇൻലൻഡ് മിഷൻ സ്ഥാപിച്ച, അതിന് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട, ലോക പ്രശസ്തനായിരുന്ന ഒരു കർത്താവിൻ്റെ ദാസനായിരുന്നു, കർത്താവിൻ്റെ വേലക്കാരനായിരുന്നു ഹഡ്സൺ ടൈലർ. ഹഡ്സൺ ടൈലർ ഒരിക്കൽ തൻ്റെ കൂടെയുണ്ടായിരുന്ന പുതുതായി മിഷൻ പ്രവർത്തനങ്ങളിൽ ചേർന്ന് വന്ന ഏതാനും പേരെ കൂട്ടിവരുത്തി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹഡ്സൺ ടൈലർ ഒരു പാത്രം നിറയെ വെള്ളമെടുത്ത് ആ മേശപ്പുറത്ത് വെച്ചിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴോ ഹഡ്സൺ ടൈലർ ആഞ്ഞ് ആ മേശപ്പുറത്ത് തൻ്റെ കൈകൊണ്ട് അടിച്ചു. ഉടനെ നിറഞ്ഞിരുന്ന പാത്രത്തിൽ നിന്നും വെള്ളം പുറത്തേക്ക് ചാടി. എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നപ്പോൾ ഹഡ്സൺ ടൈലർ ഇപ്രകാരം അവരോട് പറഞ്ഞു: നമ്മുടെ ഉള്ളിലുള്ളതേ പുറത്തു വരൂ. ആ പാത്രം നിറയെ വെള്ളമായിരുന്നു. വലിയൊരു പ്രഹരം ആ മേശപ്പുറത്ത് ഏറ്റപ്പോൾ അതിൽ ആ ശക്തി കൊണ്ട് ആ പാത്രം ചലിക്കുകയും അനങ്ങുകയും, പക്ഷെ അതിൽ നിറഞ്ഞിരുന്ന വെള്ളം പുറത്തു വരുവാൻ ഇടയാകുകയും ചെയ്തു. അദ്ദേഹം അവരെ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു. സുവിശേഷ വേലയുമായി മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ചൈനയിൽ മുന്നോട്ട് പോകുമ്പോൾ, അഭിമുഖീകരിക്കാൻ പോകുന്നതായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എതിർപ്പുകൾ, പീഡനങ്ങൾ എല്ലാം വരുമ്പോഴും നമ്മിൽ നിന്നും വെള്ളം പുറത്തു വരണം. എന്താണ് വെള്ളം? അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു, ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ആത്മാവ് നിറയണമെന്നുള്ള ഒരു വലിയ സന്ദേശമായിരുന്നു അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകിയത്. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മിൽ നിന്നും എന്താണ് പുറത്തു വരുന്നത്? നമ്മുടെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ പാത്രം നിറയെ വെള്ളമായിരുന്നു. അതുകൊണ്ട് ആ മേശപ്പുറത്തൊരു പ്രഹരം വന്നപ്പോൾ ആ പാത്രത്തിന് വെള്ളം തുളുമ്പി വീണു. നമ്മുടെ ജീവിതത്തിൽ വിപരീത സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണോ നമ്മിൽ നിന്ന് പുറത്തു വരുന്നത്, അതാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ? അകമയുള്ള ഒരു മനുഷ്യനുണ്ട്, പുറമെയുള്ള മനുഷ്യനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ രണ്ട് ആളത്വങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, പുറമേ കാണുന്ന, മറ്റുള്ളവർ കാണുന്ന ഒരു മനുഷ്യൻ. എന്നാൽ മറ്റുള്ളവർ നമ്മെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മെ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വേറൊരു മനുഷ്യനുണ്ട്. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ കോപം വെച്ചുകൊണ്ടിരിക്കുക. പുറമേയുള്ള മനുഷ്യൻ ചിരിക്കുന്നു, അകമയുള്ളവൻ കോപം കൊണ്ട് ജ്വലിക്കുന്നു. ഇത് ഒരേ സമയം ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നതാണ്. പുറമേ വിശുദ്ധിയെക്കുറിച്ച് പറയാം, അകമേ അശുദ്ധ ചിന്തകളും വികാരങ്ങളും മലിനമോഹങ്ങളും അന്യജഡമോഹങ്ങളുമായി അകത്ത് വലിയ കോളിളക്കം നടക്കുന്നു. ഇതാണ് പുറമേയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യനും. പ്രിയപ്പെട്ടവരെ, പുറമേ ഭംഗിയായി നടക്കാം, പുറമേ ഭംഗിയായി സംസാരിക്കാം, പുറമേ എളിമയോട് സംസാരിക്കുമ്പോൾ ഉള്ളിൽ അഹങ്കാരം നിറഞ്ഞ പ്രകൃതങ്ങൾ കാണാം. ഇത് ഞാൻ പറഞ്ഞത് നാം ആരും നിരാശപ്പെടാനല്ല പറയുന്നത്. കർത്താവിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മുടെ പുറമേയുള്ള മനുഷ്യനിൽ മാത്രമല്ല, നമ്മുടെ അകമയുള്ള മനുഷ്യനിലേക്ക് കൂടുതലായി ഇടപെടും. പുറമേയുള്ള മനുഷ്യനിൽ സംഭവിക്കുന്നതാണ് രോഗശാന്തികൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുന്നത്, കടബാധ്യതകൾ മാറുന്നത്, നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത്, നല്ല ജോലി ലഭിക്കുന്നത്, നല്ല ഭവനങ്ങൾ പണിയുന്നത്, എല്ലാം പുറമേയുള്ള നമ്മുടെ മനുഷ്യന് അനുഭവിക്കാനുള്ളതായ ചില കാര്യങ്ങളാണ്. അതല്ല, എന്നാൽ പുറമേ അങ്ങനെയെല്ലാം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അകത്ത മനുഷ്യന് മാറ്റങ്ങൾ സംഭവിക്കണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. ആ ബെഥസ്ത കുളക്കടവിൽ കിടന്ന മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുത്തു, ഇല്ലേ? സൗഖ്യം കൊടുത്ത് പിന്നീട് അവനെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കർത്താവ് കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. കർത്താവിന് സ്തോത്രം. എന്താണ് അധികം തിന്മയായത്? അത് അവൻ്റെ ആത്മാവിൽ പറ്റുന്ന കേടാണെന്നാണ് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നത്. പുറമേ സംഭവിച്ചത് അധികം തിന്മയായി നാം കാണരുത്. പുറമേ രോഗം വരാം, പുറമേ കടബാധ്യത വരാം, പുറമേ ഞെരുക്കങ്ങൾ വരാം, പുറമേ പീഡനങ്ങൾ വരാം, പുറമേ ഒറ്റപ്പെടുത്തലുകൾ വരാം, പുറമേ അനേകം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അത് പുറമേ ഉള്ളതാണ്.
പക്ഷേ നമ്മുടെ അകത്ത് ഇതൊന്നും ബാധിക്കാൻ ഇടവരരുത്. സ്തോത്രം. അകത്തെ മനുഷ്യനെ ബാധിക്കുന്നതാണ് ആത്മാവിനെ ബാധിക്കുന്നത്. ഈ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുക. ഇന്നർ മാൻ ആൻഡ് ഔട്ടർ മാൻ. പൗലോസ് അപ്പോസ്തലൻ പറയും, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നുവെങ്കിലും, പുറമേ രോഗം, പുറമേ എതിർപ്പ്, പുറമേ പ്രതിസന്ധി, പുറമേ കടബാധ്യത, അങ്ങനെ നൂറ് കാര്യങ്ങൾ, അങ്ങനെ പുറമേ ക്ഷയം സംഭവിക്കുന്നുവെങ്കിലും, അല്ല ശരീരത്തിൽ ആരോഗ്യക്കുറവ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പുറമേ സംഭവിക്കുന്നെങ്കിലും അപ്പോസ്തലൻ പറയുകയാണ്, അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു, യേശുവിനോടുള്ള സ്നേഹത്താൽ നിറയുന്നു, യേശുവിനോടുള്ള നന്ദിയാൽ നിറയുന്നു. മനോഹരമായൊരു പാട്ട് ഇന്ന് രാവിലെ എൻ്റെ നാവിൽ കർത്താവ് തന്നു. നന്ദിയാൽ നിറയുന്നു എൻ അന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്താൽ. ഹല്ലേലൂയ. അതാണ് അകത്തെ മനുഷ്യനിൽ ചലനമുളവാക്കുന്നതാണ് ഈ വാക്കുകളെല്ലാം. നന്ദിയാൽ നിറയുന്നു എൻ അന്തരംഗം മനമേ. തന്നെത്താൻ പാടുകയാണ് പാട്ടുകാരൻ, സ്വന്തം മനസ്സിനോട് പറയുകയാണ്, മനമേ നീ ഓർക്കൂ കർത്താവ് നടത്തിയ വിധങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ അകമേയുള്ള മനുഷ്യനെ കർത്താവിന് സമർപ്പിക്കണം, പുറമേ സമർപ്പിക്കണം, നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കണം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീനെന്ന്. അങ്ങനെ പുറമേ നാം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യനാണ് ആത്യന്തികമായി അനുഗ്രഹം ലഭിക്കുന്നത്. എന്താണ് ആന്തരിക മനുഷ്യൻ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ? ആത്മാവിൽ വലിയ ശാന്തത, പുറമേ കോളിളക്കം സംഭവിക്കുമ്പോഴും ഉള്ളിൽ വലിയ ശാന്തത, ഉള്ളിൽ പുഞ്ചിരി. കർത്താവിന് സ്തോത്രം. കൃപയാൽ പാവപ്പെട്ട അടിയൻ അനുഭവിക്കുന്ന ഒരു വലിയ സത്യമാണ് ഈ കാലഘട്ടങ്ങളിൽ. പുറമേ ഒത്തിരി കോളിളക്കങ്ങൾ, പുറമേ പ്രശ്നങ്ങൾ, തീയുടെ പുറത്തുകൂടി സഞ്ചരിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ എല്ലാം ഉണ്ട്, ചില ഒറ്റപ്പെടുത്തലുകൾ, എന്തെല്ലാമുണ്ട് ജീവിതത്തിൽ. പക്ഷെ ഇതൊന്നും ഹൃദയത്തെ സ്വാധീനിക്കാതെ ആ ഒരു വലിയ ശാന്തത, ഒരു വലിയ ആത്മസന്തോഷം, ഒരു ആത്മസംതൃപ്തി, ജീവിതത്തിൽ ഒരു കെട്ടുറപ്പ്, എൻ്റെ ജീവിതം ധന്യമായല്ലോ എന്നുള്ളൊരു ചിന്ത. എന്തുകൊണ്ട്? യേശുവിനെ കണ്ടെത്താൻ എൻ്റെ നാഥൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാൻ ഇടയായത് മൂലം എൻ്റെ ജീവിതം സന്തോഷമുള്ളതായല്ലോ, സംതൃപ്തിയുള്ളതായല്ലോ, അനുഗ്രഹമുള്ളതായല്ലോ കർത്താവേ എന്നുള്ള വലിയ ആ ഒരു നന്ദി. കർത്താവിന് സ്തോത്രം. എന്താണ് ആന്തരിക മനുഷ്യൻ ലഭിക്കുന്ന വലിയ സൗഭാഗ്യങ്ങൾ? രക്ഷ ലഭിക്കുന്നു എന്നുള്ളത്. ഈ രക്ഷ ലഭിക്കുന്നു. ശിക്ഷയിലേക്ക് പോകേണ്ട നമ്മുടെ ആത്മാവിന് കർത്താവ് രക്ഷ തരുന്നു. ഇതെല്ലാം നമ്മുടെ ആന്തരിക മനുഷ്യൻ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. പാപമോചനം ലഭിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പാപം ചെയ്ത ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മനസ്സാക്ഷി കുത്തിക്കൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തവനല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തവനല്ലേ, ഇങ്ങനെ പ്രവർത്തിച്ചവനല്ലേ, എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചവനല്ലേ, അങ്ങനെ 100 കാര്യങ്ങൾ, ഭാര്യയെ തല്ലിയവനല്ലേ, അല്ലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷൻ്റെ കൂടെ പോയവളല്ലേ, ഇങ്ങനെ 100 കാര്യങ്ങൾ നമ്മുടെ ആന്തരിക മനുഷ്യനെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് ഒരാൾ വരുമ്പോൾ, യേശുവിൻ്റെ ലംഘനങ്ങൾ ക്ഷമിക്കുന്നു, പാപങ്ങൾ മറയ്ക്കുന്നു, മനസ്സാക്ഷി കുത്തുമാറ്റുന്നു, മനസ്സാക്ഷിയിൽ വലിയൊരു കഴുകൽ തരുന്നു. ഹല്ലേലൂയ. ഒരു ഉറപ്പ്. നിങ്ങൾക്കറിയാമോ, ഒരു ദൈവത്തിൻ്റെ ഉറപ്പതാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾ കർത്താവിൻ്റെ വേല ധൈര്യത്തോടെ ചെയ്യുന്നത്. എതിർപ്പുകളുണ്ട്. നമുക്കറിയാം, ട്രാവൽ ചെയ്ത് കർത്താവിനെ മിനിസ്റ്റർ ചെയ്യുന്ന അനേക ദൈവമക്കളുണ്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ഭാരതഭൂമിയിൽ പ്രത്യേകിച്ച് അവനവൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിപ്പാനും അത് പ്രചരിപ്പിക്കുവാനും എല്ലാം ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ അതിന് ഭരണഘടന പ്രകാരം അതൊരു അവകാശമായി തരുന്നുണ്ടെങ്കിലും എതിർപ്പുകളുണ്ട്. ആ എതിർപ്പിനെ അവഗണിച്ച് ദൈവമക്കൾ വീണ്ടും ഒരുപക്ഷെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റിട്ടും ദൈവമക്കൾ വീണ്ടും ആ വേലയിലേക്ക് വരാൻ കാരണം എന്താണ്? അവർക്ക് കിട്ടിയ ഉറപ്പ്. അവരുടെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു കൊടുക്കുന്നു. അന്തരംഗത്തിൽ വലിയൊരു ഉറപ്പ്, വലിയൊരു ധൈര്യം, വലിയൊരു പ്രത്യാശ. നിരാശകളെല്ലാം മാറുന്നു. സമാധാനം കൊണ്ട് ജീവിതം നിറയുന്നു. ഈ ഹൃദയത്തിൽ നിറഞ്ഞ സമാധാനമാണ് നമ്മിൽ നിന്നും പുറത്തേക്ക് വരേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കൊച്ചു കുടുംബങ്ങൾ സ്വർഗങ്ങളായി തീരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമായി തീരുന്നത്. വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും സ്നേഹം കൂടി വരും. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ പറയാറുണ്ടോ ഐ ലവ് യു എന്ന് പറയാറുണ്ടോ? ഒന്ന് പറയണം, ഇടയ്ക്ക് പറയണം.
പ്രിയപ്പെട്ട യൗവനക്കാരെ, പോരാ മധ്യവയസ്കരായ പ്രിയ സഹോദരങ്ങളെ, വാർദ്ധക്യത്തിലെത്തിയ പ്രിയ ബഹുമാന്യരായ സഹോദരങ്ങളെ, നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളുടെ ഭാര്യയോട് പറയണം ഐ ലവ് യു എന്ന് പറയണം. കർത്താവിൻ്റെ സ്തോത്രം. അത് അവർക്ക് ഒത്തിരി സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. ഇടയ്ക്ക് പറയണം. അങ്ങനെ നിങ്ങളുടെ കുടുംബ ജീവിതം നല്ല സൗഭാഗ്യമുള്ളതാകണം. കുടുംബത്തിൽ ഐക്യം തുടങ്ങണം. യേശുക്രിസ്തുവുമായി ഐക്യം, കുടുംബത്തിൽ ഐക്യം, മറ്റുള്ളവരോട് ഐക്യം. ഇതല്ലേ ക്രിസ്തീയ ജീവിതം? അതെ, ആ സ്നേഹത്തിൽ നിറഞ്ഞു ചെയ്യുന്നതാണ് കർത്താവിൻ്റെ മഹത്വമുള്ള വേല. ഞങ്ങൾ ഈ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രി, കർത്താവ് തുടങ്ങിത്തന്ന ഈ മിനിസ്ട്രിയിൽ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, ഔദ്യോഗിക ജീവിതം, നമ്മുടെ സഭാ ജീവിതം, ദൈവവേലയോടുള്ളതായ ബന്ധത്തിലുള്ള നമ്മുടെ ജീവിതം എല്ലാം ധന്യമായി തീരണം. സ്തോത്രം. അതിന് മറ്റൊന്നും ആവശ്യമില്ല. യേശു നമ്മുടെ ഉള്ളിൽ വന്നാൽ മതി. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അതൊരു കണ്ടീഷനിലാണ്. നാമാണ് തുറക്കേണ്ടത്. വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവവുമായിട്ടുള്ള നിരപ്പ്. ദൈവം അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വർഗീയ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും, സ്വർഗീയ ശാന്തി നിക്ഷേപിക്കും, സ്വർഗീയ സന്തോഷം നിക്ഷേപിക്കും. ഒരു വലിയ നിക്ഷേപ കലവറയാക്കി നമ്മുടെ ജീവിതത്തെ കർത്താവ് മാറ്റും. അവിടെ സ്നേഹമുണ്ടാകും, അവിടെ ഐശ്വര്യമുണ്ടാകും, അവിടെ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ടാകും, അവിടെ ധൈര്യം കിട്ടും, അവിടെ പ്രത്യാശ കിട്ടും. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു ബാങ്കിൽ നാം ഓരോ സമയത്ത് കൊണ്ട് നിക്ഷേപിക്കുന്ന പണം പോലെ അതിലുപരിയായി കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ആന്തരിക മനുഷ്യനിൽ തൻ്റെ സ്വർഗീയ നിക്ഷേപം കൊണ്ട് നിറയ്ക്കും, തൻ്റെ പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നിറയ്ക്കും, തൻ്റെ കൃപാവരങ്ങളെ കൊണ്ട് നിറയ്ക്കും. ആത്മഫലത്താൽ നമ്മുടെ ഹൃദയത്തെ കർത്താവ് നിറയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹഡ്സൺ ടൈലർ പറഞ്ഞ ആ ഒരു കൊച്ചുദാഹരണം, എന്താണോ ഹൃദയത്തിലുള്ളത് അതേ പുറത്തേക്ക് വരികയുള്ളൂ. നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറയാം പ്രിയരെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകളും പല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞു വന്ന കോപത്തിൻ്റെ വാക്കുകളും ചില അട്ടഹാസങ്ങളും ചില നീരസങ്ങളും കയ്പുകളും അഹങ്കാരത്തിൻ്റെ വാക്കുകളും എല്ലാം വന്നിട്ടുണ്ടാകാം. സാരമില്ല, അതൊന്നോർത്ത് നാം നിരാശപ്പെടേണ്ട. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കൂ. കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിക്കൂ. സെറ്റ് അപ്പാർട്ട് ചെയ്യൂ. നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ വേർതിരിച്ചിരിക്കുന്നുവെന്ന് സംശയലേശമെന്നെ പറയുവാനും ഉറപ്പിക്കുവാനും നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ ഭാവി അനുഗ്രഹമാകും. ഏറ്റവും വലിയ ഭാവി അനുഗ്രഹമായി തീരുന്ന സ്വർഗ സൗഭാഗ്യം, നിത്യജീവന്റെ അവകാശം കർത്താവ് നമുക്ക് തരും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാന്യ പ്രേക്ഷകരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. മനപ്രയാസത്തിലിരിക്കുന്നവരുടെ മനപ്രയാസങ്ങൾ കർത്താവ് മാറ്റട്ടെ. എവിടെയെങ്കിലും ജീവിതത്തിൽ സ്റ്റക്കായിപ്പോയവർ, ബിസിനസ്സിലാകട്ടെ, ആത്മീയ ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, ജോലി കാര്യങ്ങളിലാകട്ടെ, എവിടെയെങ്കിലും സ്റ്റക്കായിപ്പോയവരെ യേശുവിൻ്റെ നാമത്തിൽ അത് ബ്രേക്കായി യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ കർത്താവ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഉറപ്പാണ്. വിശ്വസിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.